ഏവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് കൃത്യമായ സ്വാഗതം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനും ഒപ്പം ഈ ചാനലുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനുമുള്ള ലിങ്ക് തൊട്ട് താഴെയുള്ള ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഈ ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം ഈ ചാനലിന് വേണ്ട അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ പ്രധാനമായും 6 വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ വിഷയത്തിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന്റെ നിമിഷ പ്രിയയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നിമിഷ പ്രിയ യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ആ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വളരെയധികം വലിയ ചർച്ചകളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നിലപാട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷ പ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകവും പ്രതീക്ഷ നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിക്ഷാവിധിയിൽ നിന്ന് മുക്തി നേടാനുള്ള കൂടുതൽ സമയമാണ് ഇതിലൂടെ നിമിഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുൻകൈയും ഇടപെടലുമാണെന്ന് പിണറായി വിജയൻ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഈ നിമിഷ പ്രിയയുടെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവർക്കെല്ലാം തന്നെ നന്ദി അറിയിക്കുക കൂടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാർത്ത പോകുന്നത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അറിയിപ്പിലേക്കാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്തു വരുന്ന ഒരു സമുദായത്തിലുള്ള ധനസഹായവും ആ ധനസഹായം വഴി ഇവർക്ക് ഈ തൊഴിലെടുക്കാനുള്ള പണിയായുധങ്ങളും മറ്റും വാങ്ങുന്നതിനുള്ള ഒരു ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ 2025, 2026 ബിവിൻ പോർട്ടൽ മുഖേനയാണ് ഈ ഒരു സഹായം അനുവദിക്കുന്നത്. ഇതിനുവേണ്ടി അപേക്ഷ ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇതിന്റെ അവസാന തീയതി ജൂലൈ 25 വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. അടുത്ത വാർത്ത സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ, അതായത് കർഷക ലോണൊക്കെ എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ ജൂലൈ മാസത്തിൽ വയനാട് ജില്ലയിലെ കർഷകരുടെ സിറ്റിംഗ് നടത്തുന്നുണ്ട്. കൽപ്പറ്റ കളക്ടറേറ്റ് കോമ്പൗണ്ടിലുള്ള APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഹാളിൽ വെച്ച് ജൂലൈ 15, 16, 17 തീയതികളിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ ചെയർമാൻ ജസ്റ്റിസ് റിട്ടയർഡ് K. എബ്രഹാം മാത്യു കമ്മീഷൻ അംഗങ്ങളും പങ്കെടുക്കും. രാവിലെ 9-ന് സിറ്റിംഗ് ആരംഭിക്കും. പ്രസ്തുത തീയതികളിൽ ഹാജരാകുന്നതിനായി അപേക്ഷകർക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹിയറിംഗിന് ഹാജരാകുവാൻ നോട്ടീസ് ലഭിച്ചവർ ആവശ്യമായ രേഖകൾ സഹിതം കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കുക. അടുത്ത വാർത്ത പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രോഗ്രാം കോർഡിനേറ്റർ IP എക്സ്പെർട്ട് അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പട്ടികവർഗ വകുപ്പിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന വനാവകാശ നിയമ യൂണിറ്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി വിന്യസിക്കും. താല്പര്യമുള്ളവർ CV സഹിതം ജൂലൈ 31-ന് വൈകിട്ട് 5-നകം തന്നെ ഇമെയിൽ മുഖേനയും ഈ ഒരു CV സമർപ്പിക്കാൻ കഴിയും. ഞാനത് വീഡിയോയ്ക്കൊപ്പം കൊടുക്കാം. അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ ഉണ്ട്. അതുപോലെ വിശദ വിവരങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം. അടുത്ത വാർത്ത കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിനുള്ള മെസഞ്ചർ തസ്തികയിൽ മലപ്പുറം ജില്ലയിലെ താൽക്കാലിക ഒഴിവിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ 18-ന് ഇതിന് വേണ്ട അഭിമുഖം നടക്കും, അതായത് ഇന്റർവ്യൂ നടക്കും. 10ാം ക്ലാസ് വിജയമാണ് യോഗ്യത. താല്പര്യമുള്ളവർക്ക് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുമായി രാവിലെ 10:30-ന് മലപ്പുറം ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിൻ ഓഫീസിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സഖ്യ സൊസൈറ്റി DC 201652 കൽപ്പന കുഞ്ചാലുമൂട് കരമന PO തിരുവനന്തപുരം. ഈ അഡ്രസ്സിലാണ് നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് അയക്കേണ്ടത്. ഫോൺ നമ്പറും അതോടൊപ്പം തന്നെ ഇതിന്റെ ഇമെയിൽ അഡ്രസ്സും വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നതാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. അടുത്ത വാർത്ത പോകുന്നത് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ വിവരങ്ങളെ കുറിച്ചാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകളിൽ ശരിയുത്തരം ഇല്ലാതെ വരികയോ ഒന്നിലധികം ശരിയുത്തരങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കി ശേഷം
ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം പരിശോധിച്ച് മൂല്യനിർണ്ണയം നടത്തും. ഇതാണ് അവിടെ പതിവെന്നും ഗുരുവായൂർ ദേവസ്വം ക്ലർക്ക് പരീക്ഷയിലും ഇതേ നടപടിക്രമം പാലിക്കുമെന്നും കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇതോടൊപ്പം തന്നെ അറിയിച്ചിരിക്കുകയാണ്. ബോർഡോ ബോർഡിലെ ഉദ്യോഗസ്ഥരോ അല്ല റിക്രൂട്ട്മെന്റ് പരീക്ഷകൾക്കുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. ഓരോ വിഷയത്തിനും വിദഗ്ധരായ അധ്യാപകരുടെ പാനലിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അധ്യാപകർ തയ്യാറാക്കി സീൽ ചെയ്ത കവറിൽ ലഭിക്കുന്ന ചോദ്യപേപ്പർ അതേപടി സെക്യൂരിറ്റി പ്രസിൽ പ്രിന്റിങ്ങിന് അയച്ച് പ്രസിൽ നിന്ന് നേരിട്ട് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പാനലിലെ അധ്യാപകർ തയ്യാറാക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ചോദ്യപേപ്പർ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ആദ്യം കാണാൻ കഴിയുക. പരീക്ഷ കഴിഞ്ഞ് ശേഷം മാത്രമേ ബോർഡും ഉദ്യോഗസ്ഥരും ചോദ്യപേപ്പർ കാണുകയുള്ളൂ. അതിനാൽ തെറ്റുകൾ സാധാരണ സംഭവിക്കാറുണ്ടെന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനും ഒപ്പം ഈ ചാനലുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനുമുള്ള ലിങ്ക് തൊട്ട് താഴെയുള്ള ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഈ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.